ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് ഓൾറെഡി നമ്മൾ ചാനൽ ഒത്തിരി തവണ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും ഞാനത് കാണിക്കാത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് ഇനിയും കാണിക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ വീഡിയോ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോസ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ച് പറക്കിയെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ഡ്രസ്സിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹെയർ എക്സസറീസിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് ഒന്ന് ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. എനിക്കറിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഓർഗൻസ റിബൺ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ലീഫും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റിബൺ ഏതാണോ അത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതായത് സാറ്റിൻ്റെ റിബണോ അല്ലെങ്കിൽ ഗ്രോസ് ഗ്രെയിൻ റിബണോ നെറ്റിൻ്റെ ഒക്കെ കിട്ടുമല്ലോ. ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഐഡിയ കിട്ടണമല്ലോ നമുക്ക് എങ്ങനെയാണ് ഒരു ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, എങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺസോ ബീഡ്സോ പിപ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് ഇത് യൂസ് ചെയ്യാം. ഹെയർ എക്സസറീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്കും ഇതേപോലത്തെ വർക്കുകൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കൂടുതൽ അതിനൊരു അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് മേക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ സെയിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഹെയർ ബോയിലോട്ടൊന്നും ചെയ്യാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഭംഗിയുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് യൂട്യൂബിന് മനസ്സിലാവുക നമ്മുടെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണോ ഇല്ലേ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.